വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമം തുടരുന്നു. അമ്മ പ്രേമകുമാരി വൈകിട്ടോടെ ഇതിൽ നിന്ന് സനായിലേക്ക് പോകും. ഏറ്റവും അടുത്ത ദിവസം മകളെ നേരിട്ട് കാണാനാകുമെന്നാണ് പ്രേമകുമാരിയുടെയും ആക്ഷൻ കൗൺസിലിന്റെയും പ്രതീക്ഷ. ഇതിനുശേഷം കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദിയുടെ കുടുംബവുമായും സംഘം ചർച്ച നടത്തും. നിലവിൽ യമനിലെ ഏദൻ നഗരത്തിലാണ് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിയും മനുഷ്യാവകാശ പ്രവർത്തകനായ സാമുവൽ ജെറോമും. വൈകിട്ടോടെ ഏദനിൽ നിന്ന് സനായിലേക്ക് യാത്ര തിരിക്കാനാകുമെന്നാണ് പ്രേമകുമാരിയുടെ പ്രതീക്ഷ. വിമതരായ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള നഗരമാണ് സന. ഏദനിൽ നിന്ന് 10 മണിക്കൂറോളം റോഡ് മാർഗം യാത്ര ചെയ്തു വേണം സംഘത്തിന് സനായിലെത്താൻ. ഹൂതികളുടെ അനുമതിക്ക് വിധേയമായി മാത്രമേ പ്രേമകുമാരിക്കും സംഘത്തിനും സനായിലേക്ക് പ്രവേശനം സാധ്യമാകൂ. അനുമതി ലഭിച്ചാൽ സന നഗരത്തിലെ ജയിലിലെത്തി നിമിഷപ്രിയയെ നേരിട്ട് കാണാനാണ് പ്രേമകുമാരിയുടെയും സംഘത്തിന്റെയും ആദ്യ ശ്രമം. പിന്നാലെ സനായിൽ തന്നെയുള്ള കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദിയുടെ കുടുംബത്തെയും കണ്ട് ചർച്ച നടത്തണം. യമനിലെ നിയമപ്രകാരം കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന്റെ അനുമതി ലഭിച്ചാൽ നിമിഷപ്രിയയെ മോചിപ്പിക്കാനാകും. മോചനാനുമതിക്ക് വേണ്ടി നൽകുന്ന ബ്ലഡ് മണിയുടെ കാര്യത്തിൽ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും തലാൽ അബ്ദു മഹദിയുടെ കുടുംബവും തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തണം. നിമിഷപ്രിയയെ നേരിട്ട് കാണേണ്ടതും സമവായ ചർച്ചകൾ നടത്തേണ്ടതും ഹൂതി വിമതരുടെ കയ്യിലുള്ള മേഖലയിലാണ് എന്നതാണ് പ്രധാന പ്രതിസന്ധി. എങ്കിലും പ്രതിസന്ധികൾ മറികടന്ന് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കാൻ ആകുമെന്നാണ് പ്രതീക്ഷ. യമൻ പൗരനായ തലാൽ അബ്ദു മഹദിയെ കൊലപ്പെടുത്തിയ കേസിലാണ് നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. 2017 ജൂൺ 25-നായിരുന്നു വധശിക്ഷയ്ക്ക് ആധാരമായ കൊലപാതകം. തലാൽ അബ്ദു മഹദിയെ വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. നിമിഷപ്രിയയുടെ മോചന ശ്രമങ്ങളിൽ ഇടപെടാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല. നേരിട്ട് യമനിലേക്ക് പോകുന്നതിന് സുരക്ഷാ അനുമതിയും നൽകിയില്ല. ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് പ്രേമകുമാരിക്കും സംഘത്തിനും യമനിലേക്ക് പോകാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചത്. റിപ്പോർട്ടർ, കൊച്ചി.